ഹലോ നമസ്കാരം, ഞാൻ ബിന്ദുവാണ് കേട്ടോ. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഉലർത്താണ്. ഉണക്കച്ചെമ്മീനും കോവയ്ക്കയും ചേർത്ത് സാധാരണ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാവുന്ന വളരെ സിമ്പിളായ ഒരു ഉലർത്താണിത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന വളരെ ടേസ്റ്റിയായ ഈ ഉലർത്ത് ചോറിനും ചപ്പാത്തിക്കുമൊക്കെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിന് വേണ്ടി 1/4 കിലോ കോവയ്ക്ക എടുത്തിട്ടുണ്ട്. 50 ഗ്രാം ഉണക്കച്ചെമ്മീനും എടുത്തിട്ടുണ്ട്. കോവയ്ക്കൊക്കെ നീളത്തിൽ നുറുക്കിയെടുത്തു. ഒരു കോവയ്ക്ക ഇങ്ങനെ ഈ നീളത്തിൽ 4 കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തു. പിന്നെ ചുവന്ന ഉള്ളി കുറച്ച് ഇതുപോലെ നീളത്തിൽ നുറുക്കിയെടുത്തു. ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 6-7 വെളുത്തുള്ളി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ എരിവിന് വേണ്ടി ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത്. ഉണക്കച്ചെമ്മീൻ ആദ്യം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് കഴുകി വൃത്തിയാക്കിയ ചെമ്മീനാണ് കേട്ടോ. ഇത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല, വെറുതെ ചീഞ്ചട്ടിയിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. 5 മിനിറ്റ് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായി കിട്ടും. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണയിൽ ഒന്നും കൂടി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് എണ്ണ ഒഴിച്ചിട്ട് നന്നായി റോസ്റ്റായി കിട്ടി. ഒരു 2-3 മിനിറ്റ് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. ഇനി ചീഞ്ചട്ടിയിൽ വീണ്ടും കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ വെളുത്തുള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കാം. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങി. വെളുത്തുള്ളി മൂത്ത മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചുവന്നുള്ളി നീളത്തിലരിഞ്ഞത് ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് ബ്രൗൺ കളർ ആവേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇത് നന്നായിട്ട് വഴന്ന് കിട്ടി നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ മഞ്ഞളിൻ്റെ മഞ്ഞക്കുത്തൊന്ന് പോകണം, അതുവരെ ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, ചതച്ച ഉണക്കമുളക്, ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. എരിവിന് ആവശ്യമുള്ളത്ര ഉണക്കമുളക് ചേർക്കുക. നിങ്ങളുടെ കയ്യിലുള്ള മുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് എത്ര ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എരിവിന് നമ്മളിതിൽ ചേർക്കുന്നത് ഈ ചില്ലി ഫ്ലേക്സ് മാത്രമാണ്. പച്ചമുളക് 1 അരിഞ്ഞിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എരിവൊന്നുമില്ല. അത് പച്ചമുളകിൻ്റെ ഒരു രുചിക്ക് വേണ്ടി മാത്രം ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. ഇതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് നന്നായി മൂത്ത് വന്നു കേട്ടോ. അതിൻ്റെ പച്ചമുളകൊക്കെ മാറി മുളക് നന്നായിട്ട് മൂത്തു. അപ്പോൾ ഇനി കോവയ്ക്ക അരിഞ്ഞത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മൾ കുക്ക് ചെയ്യണത് കേട്ടോ. ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കോവയ്ക്കയിൽ നിന്ന് കിട്ടും. ആ വെള്ളം മാത്രം മതി ഇത് കുക്കാവാൻ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. സ്റ്റൗ സിമ്മിൽ വെച്ചിട്ട് ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്നിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. വീണ്ടും ഇതിങ്ങനെ വെക്കുക, എന്നിട്ട് വീണ്ടും അടച്ച് വെക്കുക. നന്നായിട്ട് ഒന്നും കൂടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് കോവയ്ക്ക വേവാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചോളൂ. ചിലപ്പോൾ കോവയ്ക്ക വെന്ത് കിട്ടാൻ ചെറിയൊരു ബുദ്ധിമുട്ട് ചില സമയത്ത് തോന്നും. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. വെള്ളമില്ലാതെ വേവിക്കാൻ പറ്റിയാൽ നല്ലതാണ്, പക്ഷേ ആവശ്യം വരികയാണെങ്കിൽ ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുത്തോളൂ. അങ്ങനെ കോവയ്ക്ക ഉണക്കച്ചെമ്മീൻ ഉലർത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കോവയ്ക്ക ഉണക്കച്ചെമ്മീനൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ.
ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് അടച്ചു വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം സെർവ് ചെയ്യാം. കോവയ്ക്കും ഉണക്കച്ചെമ്മീനൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ ഒരു വിഭവം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.